രാഹുൽ ഗാന്ധി ഈ സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം കാരണം ഒരു വിവാഹം നടക്കാതെ പോയ കഥയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. കർണാടകയിൽ 40 ലക്ഷം രൂപ വാർഷിക ശമ്പളമുള്ള യുവാവുമായുള്ള വിവാഹത്തിൽ നിന്നും യുവതി പിന്മാറി എന്നാണ് വാർത്ത. ആ യുവാവിന്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് അറിഞ്ഞതോടെയാണ് യുവതി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം പ്രചരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ യുവാവ് തന്റെ റോൾ മോഡലായി രാഹുൽ ഗാന്ധിയാണ് എടുത്തു കാണിച്ചിരുന്നത്. ഇത്തരം സ്റ്റോറികൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് യുവതിയുടെ പോസ്റ്റുകളിലും പറയുന്നത്. അതോടെയാണ് വിവാഹ ആലോചനയിൽ നിന്നും യുവതി മാറിയത്. തീർത്തും ഒരു പരാജിതൻ എന്ന നിലയിലാണ് താൻ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. എന്നാൽ അതേ രാഹുൽ ഗാന്ധിയെ ജീവിതത്തിൽ പ്രചോദനമായി കാണുന്ന ഒരു യുവാവിനോടൊപ്പം തന്റെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് യുവതി ചോദിച്ചതായും ഇപ്പോൾ പ്രചരിക്കുന്ന കുറിപ്പുകളിൽ കാണാം. ആരുഹി റെഡ്ഡി എന്നു പേരുള്ള ഒരു യുവതിയുടേതായി വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. യുവാവ് സുന്ദരനും പ്രമുഖ കുടുംബത്തിൽ നിന്നുള്ള ആളും പ്രതിവർഷം 40 ലക്ഷം രൂപ വരുമാനമുള്ള ആളുമാണെന്ന് ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ യുവാവിന്റെ രാഷ്ട്രീയ ചിന്താഗതിയാണ് ഈ വിവാഹ ആലോചനയിൽ നിന്ന് പിന്മാറാൻ കാരണമായി മാറിയത്. രാഹുൽ ഗാന്ധിയെ റോൾ മോഡലായി കാണുന്ന ഒരാളുമായി ഭാവി ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന ചോദ്യമാണ് ആ യുവതി ഉന്നയിക്കുന്നത്. അതേസമയം ഈ സംഭവം ആധികാരികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഓഗസ്റ്റ് 21 വൈറലായ അവകാശവാദം ദേശീയ മാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ ആ യുവതിയുടെ പേരിൽ ആരെങ്കിലും കെട്ടിച്ചമച്ച കഥയാണോ എന്ന് ഉറപ്പില്ലെങ്കിലും സംഭവം വൈറലായി മാറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് നേരെ ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട മുൻ കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രവുമായി സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പ്രചാരണം നടന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി ലൈംഗിക ആരോപണത്തിൽ പെട്ടെന്നാണ് ആ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു നിൽക്കുന്ന പലതരം ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു അന്ന് ആ ആരോപണം ഉന്നയിച്ചത്. രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടോടെയായിരുന്നു BJPയുടെ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇറങ്ങിയത്. ട്രാൻസ്ജെൻഡർ യുവതി അടക്കം നിരവധി പേർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ലൈംഗിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ രാജ്യസമ്മർദ്ദം വർദ്ധിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകളും ഇട്ടിരുന്നു. പോരാട്ടം തുടരും എന്ന ക്യാപ്ഷനിലാണ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ചേർത്തുള്ള പോസ്റ്റുകൾ ഇട്ടത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ പാർട്ടിയെ ഒരുപാട് പ്രതിരോധിച്ചിട്ടുണ്ടെന്നും രാഹുൽ അന്ന് പറഞ്ഞിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ആ പോസ്റ്റ് വന്നത് എന്നും ശ്രദ്ധേയമായിരുന്നു. BJPക്കാർ ഇത്തരം പോസ്റ്റുകൾ നോർത്ത് ഇന്ത്യയിൽ ഒക്കെ നന്നായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി സ്ത്രീ പീഡകർക്കൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലാണ് അവർ ഈ പോസ്റ്റുകളെല്ലാം പ്രചരിപ്പിച്ചത്.